ഞങ്ങളുടെ വീട്ടിൽ കാവൽക്കാരാണ് കേട്ടോ ഈ 2 പട്ടികൾ. ഇവർ ഭയങ്കര പാവമാണ്, പക്ഷേ സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും ഇവരടുപ്പിക്കില്ല. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവർക്ക്. ഞങ്ങൾ അങ്ങനെയാണ് ഇവരെ വളർത്തിയത്. ഞങ്ങൾ അങ്ങനെ അധികം വീട്ടിൽ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവരെ കാണിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇവർ ബേണീസ് മൗണ്ടൻ ഡോഗ് എന്നാണ് ഇവരുടെ പേര്. ഇവർ സ്വിറ്റ്സർലാൻഡുകാരാണ്. തണുപ്പാണ് ഇവർക്ക് ആവശ്യം, ചൂട് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഹസ്കിയൊക്കെ എങ്ങനെ കഴിയുന്നെന്നുള്ളത്. ഹസ്കിക്കൊക്കെ നല്ല തണുപ്പ് വേണ്ടേ. അപ്പോൾ സമ്മർ ആകുമ്പോൾ ഞങ്ങൾ ഇവർ വീട്ടിൽ AC-യിലാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് വെയിലൊക്കെ താഴ്ന്നിട്ടേ പുറത്ത് വിടും. കണ്ടോ, മഞ്ഞായാലും മഞ്ഞ് പിന്നെയും പുറത്തിട്ട് കുളിപ്പിക്കണം. അതാണ് അവർക്ക് ആവശ്യം. നല്ല തണുപ്പ് വേണം. അപ്പോൾ ഇവരെ ഞങ്ങളുടെ മൃഗങ്ങളെ ഒന്നും നോക്കാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഈ ബ്രീഡിന് സ്വതവേ അങ്ങനെയുണ്ട്. അവരുടെ രക്തത്തിൽ ഈ മൃഗങ്ങളെയൊക്കെ മേയ്ക്കുക എന്നുള്ളൊരു കാര്യം അവരുടെ രക്തത്തിലുണ്ട്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോൾ ഞാൻ ഇവരെയൊക്കെ ഒന്ന് തുറന്നു വിടും. എല്ലായിടവും പരിശോധിച്ചിട്ട് ഇവർ വരും. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ആട് ചാടി ഇഞ്ഞ് വന്നു. ഈ ആട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരും ഞങ്ങളെ കാണാൻ. അപ്പോൾ ഇവൻ പോയി തടയുന്നത് കണ്ടോ. ഇവന് ഞാൻ ട്രെയിൻ ചെയ്യിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഇവൻ പോയി തടയുന്നത് കണ്ടോ. പക്ഷേ ഞങ്ങളുടെ ആടൊരു ഭീകരനാണ് കേട്ടോ. അവൻ അവളെ ഇടിച്ചു, എന്നിട്ട് അവസാനം അവൻ തന്നെ ജയിച്ചു.